ഇക്കുറി ഞങ്ങൾ നിയമസഭയ്ക്കുള്ളിലുണ്ടാവും. എത്രയുണ്ടാവും, എങ്ങനെയുണ്ടാവും, അതൊക്കെ പിന്നീട് പറയേണ്ടതാണ്. പക്ഷെ നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങൾ ഉണ്ടാവും. ഈ സവർണ മേധാവിത്വം ഇല്ല എന്ന് പറയുമ്പോഴും പല പരാമർശങ്ങളും പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലേ? പ്രജ എന്നൊരു വാക്ക് പറഞ്ഞ ഉടനെ അങ്ങേര് ഭയങ്കര സവർണനാണ് എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥമുള്ള ഒരുതരം അസൂയയാണ്. കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക്. കോൺഗ്രസിന് എടുത്തു കാണിക്കാൻ ഒരു ദേശീയ നേതാവില്ല. കോൺഗ്രസിന് എടുത്തു കാണിക്കാനായിട്ടൊരു ആശയവുമില്ല, ആദർശവുമില്ല, ഒന്നുമില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഞാനടക്കമുള്ള ആൾക്കാർ എതിർക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങളുടെ നയം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള വീഴ്ച എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എന്നതും ഒരു ഫാക്ടർ അല്ലേ? ഏത് പ്രോഡക്റ്റും വിൽക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ പ്രചരണം ഉണ്ടാവണം. ഇപ്പം നിർമ്മ ഉദാഹരണം, അതത്ര നല്ല സോപ്പ് പൊടിയാന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതിനേക്കാൾ നല്ല സോപ്പ് പൊടി ധാരാളമുണ്ട്. ഇപ്പം കോൾഗേറ്റ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പക്ഷേ നമ്മുടെ നമ്പൂതിരീസ് അവരുടെ പേസ്റ്റ് വന്നിട്ടുണ്ട്. അത് കോൾഗേറ്റിനേക്കാൾ നല്ലതാണ്, ബെസ്റ്റാണ്. പല്ലിന് ഉറപ്പ് കിട്ടും, മോണയ്ക്ക് ഉറപ്പ് കിട്ടും. പൊതുവെ നല്ല ധാരാളം, ഞാനിപ്പം നമ്പൂതിരീസിൻ്റെ കാര്യം മാത്രമല്ല, അങ്ങനെ ധാരാളം. ഇപ്പം ലെക്സ് സോപ്പ്, ചന്ദ്രിക സോപ്പ്. പക്ഷേ ലെക്സ് വെക്കണ അത്ര ചന്ദ്രിക വെക്കണില്ലേ? കോൾഗേറ്റ് വെക്കുന്ന അത്ര ഈ നമ്പൂതിരീസ് പോകുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായിട്ടും ഒരു കച്ചവട മനസ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളുടെ നേട്ടമാണ്. BJP ഈ വ്യാജ പ്രചരണങ്ങൾ നടത്താറില്ല. ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാറ്. ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയും സത്യസന്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ വ്യാജൻ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും. നുണ വളരെ പെട്ടെന്ന് എത്തും. സത്യം ഒന്ന് സഞ്ചരിച്ചിട്ടാണ് വരിക എന്ന് പറയാറുണ്ട്. ആ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് സംഘടനാപരമായി ചിന്തിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങൾ വാസ്തവത്തിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ വ്യാജ പ്രചരണത്തിൽ അറിയാതെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർമ്മയുടെ കച്ചവടത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഞാൻ നിർമ്മ മോശമാണെന്ന അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ അവരെനിക്കെതിരെ കേസ് കൊടുക്കരുത്. ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ, പക്ഷെ നിർമ്മയ്ക്കുള്ള പ്രചരണം അത് വ്യാപകമാണ്. അപ്പം നല്ല സോപ്പ് പൊടി, അതിനേക്കാൾ നല്ല സോപ്പ് പൊടി ഉണ്ടെങ്കിൽ ആ സോപ്പ് പൊടിക്ക് കച്ചവടം കിട്ടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു, ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചെന്ന് വിചാരിക്കുക അത് നിങ്ങളുടെ പരാജയമല്ലേ എന്ന് വെച്ചാൽ, ഞാൻ പരാജയമല്ല എന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് മുഴുവൻ ജനങ്ങളുടെ, ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ സർവ്വജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികളിൽ ഏതെങ്കിലും ഒരു ഗുണഭോക്താവ് ഇല്ലാത്ത ഒരു വീടും കേരളത്തിലില്ല. പക്ഷേ പലപ്പോഴും ആ ഗുണഭോക്താവ് ചിന്തിക്കുന്നത് ഇത് പിണറായി വിജയൻ കൊണ്ടുവന്നതാണ്. അവിടെ അത് നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് എന്ന് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് യേശുന്നില്ല. അതിന് പല കാരണമാണ് ഞാൻ പറഞ്ഞ മേഘയടക്കമുള്ള ആൾക്കാരാണ്. ശരി. ഈ സവർണ മേധാവിത്വം ഇല്ല എന്ന് പറയുമ്പോഴും തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപി നടത്തിയ പല പരാമർശങ്ങളും പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലേ? എന്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? സവർണ മേധാവിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം പറയൂ. അദ്ദേഹം ഒരു പ്രജകളെ കാണുന്നത് പോലെ വ്യക്തികളെ കാണുന്നു, ഒരു രാജഭരണം എന്നുള്ള രീതിയിൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ? രാജഭരണം സവർണ മേധാവിത്വ ഏറെക്കുറെ എങ്ങനെയത്? അധകൃത വിഭാഗത്തിൽപ്പെട്ട എത്രയോ രാജകുമാരുണ്ടായിരുന്നു. രാജഭരണത്തെ എങ്ങനെയാ സവർണ മേധാവിത്വം എന്ന് പറയാൻ പറ്റുക? അത് പറയാൻ പറ്റില്ല. സവർണ മേധാവിത്വം അവിടെ യോജിക്കില്ല. പ്രജ എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ മാരകമായ തെറ്റാണോ?
അത് മനുഷ്യരുടെ വൊക്കാബുലറിയിൽ ചില വാക്കുകൾ വരും ചില സമയത്ത്. ആ പ്രജ എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മൂപ്പര് രാജാവായി എന്നർത്ഥമുണ്ടോ? അങ്ങനെ അദ്ദേഹം കാണുന്നില്ല. എൻ്റെ പ്രജകൾ, എൻ്റെ പ്രവർത്തകർ എന്നുള്ള അർത്ഥമുള്ളൂ. എൻ്റെ പ്രവർത്തകർ എന്താ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പ്രവർത്തകരാ, ഞാൻ വേറൊരു എൻ്റെ പ്രവർത്തകർ എന്ന് ഞങ്ങളൊക്കെ പറയും, എല്ലാവരും പറയും. അതിനർത്ഥം എൻ്റെ പ്രവർത്തകരാണെന്നാണോ? അല്ല, പാർട്ടിയുടെ പ്രവർത്തകരാ. പക്ഷെ പാർട്ടിയുടെ പ്രവർത്തകരെ ഞാൻ എൻ്റെ പ്രവർത്തകരെന്നാണ് പറയാറ്. അതേപോലെ പ്രജ എന്നൊരു വാക്ക് പറഞ്ഞ ഉടനെ അങ്ങേര് ഭയങ്കര സവർണനാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഒരു തരം അസൂയയാണ്. ഈ നരേന്ദ്രമോദിയോടുള്ള അസൂയ. നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കുന്നു, നരേന്ദ്രമോദി സഞ്ചരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഭയങ്കര അസൂയായിരുന്നല്ലോ. അതേപോലെ സുരേഷ് ഗോപിയോടൊരു അസൂയയാണ്. സുരേഷ് ഗോപി കൈ കഴുകിയാൽ കുഴപ്പം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു LDFൻ്റെ ഒരാളുടെ വീഡിയോ കണ്ടു. സുരേഷ് ഗോപി നോക്കൂ അയാൾ എത്ര കൈ കഴുകുന്നെന്ന്. മേഘ കൈ കഴുകിയിട്ടല്ലേ ഭക്ഷണം കഴിക്കുക? ഐ എം ആസ്കിങ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ കൈ കഴുകിയിട്ടല്ലേ ഭക്ഷണം കഴിക്കുക? ഞാൻ വെളിയിൽ പോകുമ്പോൾ നൂറുകണക്കിന് ആളുകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടങ്ങ് അതൊക്കെ ചെയ്ത് കൈയൊക്കെ കഴുകിയിട്ട് വേണം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ. ഇയാൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, കണ്ടില്ലേ? ഒരാൾക്ക് കൈ കൊടുത്ത ഉടനെ കൈ കഴുകുന്ന കാണുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരാൾക്കല്ല, അയാൾ അതിനു മുമ്പ് കൈ കഴുകി വന്നതാണ്. അതിനു മുമ്പ് കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ട് കൈ കഴുകി വന്നതാണ്. അപ്പോഴാണ് ആൾക്ക് കൈ കൊടുത്തത്, വീണ്ടും കഴുകി. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു സമീപനമല്ലേ? ഇലയിൽ ഞാൻ കണ്ടതാണെന്ന്, ഇലയിൽ വെള്ളം ഒഴിച്ചു, ഇല തുടച്ചു, കണ്ടില്ലേ? ആ ഇല കൊടുത്തത് ഒരു അധകൃത വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണോ? ഇലയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ കഴിവില്ലേ? എന്തും മര്യാദകേടാ. ഈ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ ആ മനുഷ്യനോടുള്ള അസൂയ വല്ലാതെ ആ മനുഷ്യനെ ക്രിട്ടിസൈസ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനെ ഇമേജ് കുറയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ വർത്തമാനത്തിലൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത് BJP-ക്കാരെല്ലാവരും അങ്ങനെയാണെന്നല്ല, അത് പാർട്ടിയെ തന്നെ. ഇപ്പോൾ സുരേഷ് ഗോപി പാർട്ടിയുടെ ഒരു വലിയ ഭാഗമായി നിൽക്കുന്ന, ഒരു വലിയൊരു ഇമേജായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിൽ ആക്കില്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഞാൻ സാറിനോട് ഈ ചോദ്യം ചോദിക്കാൻ തന്നെ കാരണമായി അത് വരുന്നില്ലേ? അല്ല, അത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതെ, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനല്ല, അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ ആ സിനിമ നടനും നായകനും ഒക്കെയുള്ള ഒരു ഭാവമുണ്ടാവാം. ഇപ്പം മോഹൻലാൽ, ഞാൻ ഒരു സ്ഥലത്ത് ഒരു പരിപാടി പോകുന്ന പോലെയാണോ മോഹൻലാൽ വരുന്നത്? ഞാനൊരു സ്ഥലത്ത് പോകുന്നത് പോലെയാണോ മമ്മൂട്ടി വരുന്നത്? മമ്മൂട്ടി വരുമ്പോൾ അയാളുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് അയാൾ വരിക. അയാളുടെ പ്രൊഫൈലുണ്ട്. മോഹൻലാൽ വരുമ്പം വേറൊരു രീതിയിലാണ്. രണ്ട് സൈഡിലും ആളുകൾ തടിച്ചു നിന്ന് മോഹൻലാൽ ചേട്ടാ എന്ന് പറയുമ്പം ഇയാൾ മോഹൻലാൽ തിരിഞ്ഞു നിന്ന് ആ മോഹൻലാൽ ചേട്ടാ എന്ന് വിളിച്ച ആളെടുത്ത് പോവോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾ തിരിഞ്ഞു നോക്കാറില്ല. സുരേഷ് ഗോപി കയ്യെങ്കിലും കാണിക്കും. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് മമ്മൂട്ടി സാറേ, മമ്മൂട്ടി ഇക്കാന്നോ, മമ്മൂക്ക എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അയാൾ ആ വിളിച്ച ആളുടെ അടുത്ത് ചെല്ലാനോ അവർക്ക് കൈ കൊടുക്കാനോ അവരുമായി സംസാരിക്കാനോ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. തിരിഞ്ഞു നോക്കാറില്ല അയാൾ. സുരേഷ് ഗോപിയുടെ അടുത്ത് നിങ്ങളങ്ങനെ ചെയ്താൽ അയാൾ തിരിഞ്ഞു നിന്ന് കയ്യെങ്കിലും കാണിക്കും. അപ്പോൾ ആരാണ് കൂടുതൽ ജനകീയൻ? ആരെയാണ് നമുക്ക് മമ്മൂക്കയോടൊരു വിരോധമില്ല, നമുക്ക് മോഹൻലാലിനോട് വിരോധമില്ല. നമ്മൾ വെറുതെ സംസാരിക്കുന്നത് ഈ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ടാണ്. അതെന്താ കാരണം? ഈ മനുഷ്യൻ 75,000 വോട്ടിന് ജയിച്ചുകൊണ്ടാണ്. ഈ മനുഷ്യൻ 75,000 വോട്ടിന് ജയിച്ചപ്പോൾ അസൂയ. അയാൾ ജയിച്ചില്ലേ, അതിൻ്റെ അസൂയ. ഈ അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ മുഴുവൻ. അതിനർത്ഥം മേഘയ്ക്ക് അസൂയ ഉണ്ടെന്നല്ല. അവിടെ അതിൻ്റെ ഒരു ചോദ്യവും ഉത്തരവും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കിടക്കട്ടെ ഒരു ചോദ്യം, അല്ലാതെന്താ? എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. എൻ്റെ ഇതുവരെയുള്ള ഇടപെടലിൽ എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ അങ്ങേര് എന്നെ മാതിരിയല്ല, സാധാരണ രാഷ്ട്രീയക്കാരുമാർ. അത് രാഷ്ട്രീയമല്ല, അയാൾക്ക് രാഷ്ട്രീയം അറിയില്ല. രാഷ്ട്രീയം അറിയാത്തതുകൊണ്ട്
രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അയാൾ സത്യസന്ധമായ ചില കാര്യങ്ങൾ വിളിച്ചു പറയും. ഈ സത്യസന്ധമായ കാര്യം പറയാൻ പാടില്ല. ഇവിടെ വ്യാജന്മാരുടെ സ്ഥലമാണല്ലോ, വ്യാജമാണല്ലോ ഇവിടെ എല്ലാം. നിങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പുറത്ത് പോയിരുന്നിട്ട് നിങ്ങളെ തെറി പറയുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾ അങ്ങനെയല്ല, ഇയാൾ ഉള്ള കാര്യം പറയും. ഈ ഉള്ള കാര്യം പറയുന്നവനോട് ഭയങ്കര വെറുപ്പാണ്. ഹിപ്പോക്രസി ഇല്ലാത്തൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. എൻ്റെ ഒരൊറ്റ വരിയിൽ ഞാൻ അവസാനിപ്പിക്കാം. അയാൾക്ക് ഹിപ്പോക്രസി ഇല്ല, കാപട്യമില്ല. അപ്പം കാപട്യം ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ ക്രൂശിക്കപ്പെടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയനല്ല, സി പി എം എന്ന് പറയുന്ന പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് നേരിട്ടിട്ടുള്ളത്. ഇതിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഭരണവിരുദ്ധ വികാരമേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ നേട്ടം, കുറച്ചെങ്കിലും കോൺഗ്രസ് നേട്ടം ഉണ്ടായത്. അല്ലാണ്ട് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടാ? കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷയുമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക്. കോൺഗ്രസ്സിന് എടുത്തു കാണിക്കാൻ ഒരു ദേശീയ നേതാവില്ല. കോൺഗ്രസ്സിന് എടുത്തു കാണിക്കാനായിട്ടൊരു ആശയവുമില്ല, ആദർശവുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും ജനങ്ങൾ കോൺഗ്രസ് ജയിക്കും, കേരളത്തിൽ ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത് അല്ലെങ്കിൽ വലത് അല്ലെങ്കിൽ ഇടത്, ഈ ഒരു സമവാക്യം കേരളത്തിൽ കിടക്കുന്നത് കൊണ്ട് ഇടത്തിനെ മുടിച്ചു ഇല്ലാതാക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു ജനങ്ങൾ. ബി ജെ പിക്കും ഒപ്പം കിട്ടി. എവിടെയാണോ ബി ജെ പി സ്ട്രോങ് അവിടെയൊക്കെ ബി ജെ പി ജയിപ്പിച്ചു. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി സ്ട്രോങ്, തൃപ്പൂണിത്തുറ ബി ജെ പി സ്ട്രോങ്, തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി സ്ട്രോങ്. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് എന്താ? ഇവിടെ എല്ലാം കാണുന്നത് ആൻറ്റി പിണറായി ഗവൺമെൻറ്റാണ്. കട്ടിട്ടുണ്ട് ആൾക്കാർ. ഭഗവാന്റെ മുതൽ കക്കുന്ന ആദ്യമായിട്ട് കട്ടിട്ടുണ്ട് ആൾക്കാർ. അയ്യപ്പൻ്റെ കട്ടളപ്പടി കട്ടിട്ട് കാണാൻ പോലും ഇല്ല. കട്ടളപ്പടി കട്ടുകൊണ്ട് പോയത് ആദ്യമായിട്ടാണ്. അപ്പം ജനം എതിർക്കാതിരിക്കുമോ? ജനവിരുദ്ധ സമീപനമുള്ള ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികൾ, അതിനെതിരായിട്ടുള്ള ജനവിധിയാണിത്. ഒറ്റ സംശയമില്ല കാര്യത്തിൽ. കാരണം ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന് മേൽക്കൈ കിട്ടിയെന്ന് വിചാരിക്കുക, ഇടതുപക്ഷത്തിന് താരതമ്യേന മേൽക്കൈ കിട്ടി. അപ്പോൾ അവരെന്താ പറയുക? ഇത് ഈ ഭരണത്തിന് കിട്ടിയ അംഗീകാരം എന്ന് പറയും. അതിൻ്റെ വീഡിയോ വരെ തയ്യാറാക്കിയിരിക്കായിരുന്നു അവർ. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. കാരണം സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരെപ്പോഴും മേൽക്കൈ നേടാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവർ തകർന്നത്. അതിനർത്ഥം അത്ര ശക്തമായ ഒരു എതിർപ്പ് ഇടതുപക്ഷത്തിൻ്റെ നേരെ ജനങ്ങൾക്കുണ്ട്. പിന്നെ ആരോ പറഞ്ഞ പോലെ തോറ്റാലും തോറ്റിട്ടില്ല, അങ്ങനെയൊന്നും തോക്കത്തില്ല, ഞങ്ങൾ തന്നെ ജയിക്കും, ഞങ്ങൾ തന്നെ ജയിച്ചത് എന്ന് പറയുന്ന വ്യാജ സന്ദേശങ്ങൾ, വ്യാജമായ, അത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ പ്രത്യേകതയാണ് കളവ് പറഞ്ഞ ആളുകളെ പറ്റിക്കുക. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറയുന്ന കളവിൻ്റെ ഒരു പ്രചരണം. ബി ജെ പി ഫാസിസമാണെന്ന് പറയുന്നത് പോലെ, ബി ജെ പി സവർണ മേധാവിത്വമാണെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന കളവ് പ്രചരണമാണ് ഇവർ നടത്തുന്നത്. ഈ വ്യാജ പ്രചരണത്തിൽ കേരളത്തിലെ കുറേ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ഏതുവരെയായി? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമത്തെ അദ്ദേഹമാണ് മത്സരിക്കുന്നത് എന്ന്. ഒരുക്കങ്ങൾ ഏതുവരെയായി? എന്താണ് പ്രതീക്ഷിക്കുന്നത് വിജയം എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണുള്ളത്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിലോ ഭരണപക്ഷത്തോ നിയമസഭയുടെ ഉള്ളിൽ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഇല്ലാത്ത, ബി ജെ പി ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് കേരളം. ബാക്കി എല്ലായിടത്തും ഏതെങ്കിലും തരത്തിലുണ്ട്. അതുകൊണ്ട് ഇക്കുറി ഞങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടാവും. എത്രയുണ്ടാവും, എങ്ങനെയുണ്ടാവും, അതൊക്കെ പിന്നീട് പറയേണ്ടതാണ്. പക്ഷെ നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങൾ ഉണ്ടാവും, ഭരണ പ്രതിപക്ഷ മേഖലയിൽ, ഒരു സംശയവുമില്ല.